പ്രിയ സുഹൃത്തുക്കളെ, വെള്ളം നല്ല ഇറക്കമുണ്ട്. നമ്മൾ ഇന്നലെ പകൽ നമ്മുടെ മുറ്റത്ത് ഒരു വല ഇട്ടായിരുന്നു. അതായത് മീൻ ധാരാളമായിട്ട് കിട്ടുന്ന പ്രദേശമായിട്ട് എന്താ ഉടക്കിയെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അതായത് ഇനി ഇത് ഈ വല ഇവിടെ ഇടാൻ പറ്റത്തില്ല, കാരണം നല്ല ഇറക്കമാണ്, നല്ല ഒഴുക്കാണ്. വലയിൽ കവറോ മറ്റു കാര്യങ്ങളോ പിടിക്കുക, അല്ലെങ്കിൽ തന്നെ മീൻ കിട്ടത്തില്ല. കാരണം വല ഒഴുക്കത്ത് പൊങ്ങി നിൽക്കുവാണ്. നമുക്കിതൊന്ന് വലിക്കാം. അല്ല, വല ഇതൊന്ന് വിട്ടിട്ട് പറന്നങ്ങ് പോകും. എടാ പണി പാളിയല്ലോ. വെള്ളമാണോ ഇത്? വെള്ളമാണല്ലോ. കുടഞ്ഞു നോക്കണേ. കുടഞ്ഞു നോക്കണം. കൊട്ടക്കാതിലിടും. ചില്ലാങ്കൂരി നല്ലപോലെ കുടയുണ്ട്. ഇത് എല്ലാം കൂടെ നടക്കുന്നില്ല. ഒഴുക്കത്തിൽ പോകുന്നില്ല. അതിൽ നിൽക്കേ കൊട്ട എടുക്കട്ടെ. കൊട്ട നീ പിടിക്കും. ഉണ്ടാ ഈർക്കിലി ഉണ്ടേ. ആ ഇപ്പറന്നില്ല വെള്ളത്തിയേ. അല്ല, അവിടെ ഇറക്കി കിടപ്പുണ്ടെന്ന് തോന്നുന്നില്ല. ആണ്ടാ വെള്ളത്തി. അയ്യോ, കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അടുത്ത വലയിടാൻ വരുമ്പോൾ ചീഞ്ഞ് വരുന്നേ. രാമക്കുഞ്ച തുറക്കുന്നു അല്ലേ? ചെരുവത്തിൻ്റെ വഴിക്ക് പോകുകയാണ്. ഇങ്ങോട്ട് വാ ചെരുവാണ്. അപ്പടിയാണ് അയ്യോ എന്ന് പറഞ്ഞാണ് കരയുന്നത്. ഒരു മണപ്പൊടി എവിടെ വേണ്ട. താന്ന് കിടക്കുമല്ലേ? മുതുകിൽ അത് മീനല്ല. താഴെ കുടഞ്ഞു കളയത്. അത് കുടഞ്ഞു കളയത് ഉണ്ടാണ്ട് ഇല കിടക്കുന്നു.
വരല്ലോ വരല് കയറി വരുന്നു. പകൽ ഉടക്കത്തില്ല. ഇന്നലത്തെ അനുഭവം കൊണ്ടൊക്കെ മിനിഞ്ഞാന്നായിരുന്നു ഉടക്കിയാൽ. കലക്കല്ലായിരുന്നു. കലക്കൽ തന്നെയല്ല, വെള്ളത്തിൻ്റെ വലിവും കുറവായിരുന്നു. എടുത്തോ. തുള്ളി വിഷമിക്കുമല്ലോ അത്. മണിക്കൂട്ടൻ വീണു. അതിനപ്പുറത്ത് കാണുന്നുണ്ട് കൊടുക്കാം. ആ വേസ്റ്റ് മൊത്തം അതിൻ്റെ വീഴുക. ഇവിടെ മാത്രമേ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വല പൊങ്ങി ഒഴുകിയില്ല. മുറ്റത്തിൽ കുമ്പിട്ടാൽ നമ്മൾ തന്നെ നടക്കുന്ന. വിട്ടുപോയാൽ തീർക്കും. ഇല പുളിയില ഇവിടെ കല്യാണം കുട്ടി കിടപ്പുണ്ടായിരുന്നു. പോയി കാണും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മുറ്റത്തിട്ടിരുന്ന വല നമ്മൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മീൻ ഞാൻ കാണിച്ചു തരാം. അതുകൂടാതെ നമ്മുടെ പുരയിടത്തിൻ്റെ അതിർത്തിക്ക് നമ്മൾ ഒരു കൂട് വെച്ചിട്ടുണ്ട്. വെറുതെ വെച്ചിരുന്നതാണ്. അപ്പോൾ അതുകൂടെ നോക്കാം, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ എടുക്കാം. അപ്പോൾ ഇതൊന്ന് കെട്ടി ഭദ്രമായിട്ട് മേളിൽ കയറ്റി വെക്കണം. ചെരുവ് അങ്ങ് റിലീസാക്കണം. വലയിൽ ഇത്ര മീനാണ് വയ്ക്കേണ്ടത്. ഒന്നും കിട്ടാതിരിക്കുമ്പോൾ ഒരു കറിക്ക് സുഭിക്ഷമായിട്ട് കൂട്ടാനുള്ള മീനുണ്ട്. ഇത് പിടിച്ചേ, ഞാൻ ഈ വലയുണ്ട് കേട്ടോ. ഇത് വേണമല്ലോ. വള്ളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. വള്ളത്തിൽ പറയൽ കാര്യം ഒരു കമ്മയാണ്. കമ്മ എന്ന് പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. തൂളിയുണ്ട്, തൂളി എടുക്കാം. അതുകൊണ്ട് ഒരു ചില്ലാങ്കൂരി ഉറപ്പുണ്ട്. ഒന്നുമില്ലാത്ത എല്ലാം എടുക്കണമല്ലോ.
അപ്പോൾ പ്രിയ എൻ്റെ കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൂട്ടുകാർ ചോദിച്ചു എന്തിനാണ് ഇതിനകത്ത് കുപ്പി ഇടുന്നതെന്നുള്ളത്. അതായത് ഇതിനകത്ത് എയർ എടുക്കാൻ സാധ്യതയുള്ള മീനുകൾ, കാരി, വരാല്, ചെമ്പല്ലി, പിന്നെ ചേർമീൻ, അതുപോലുള്ള വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് എയർ എടുക്കുന്ന മീനുകൾ ഇതിനകത്ത് കയറുകയും കൂട് മുങ്ങിപ്പോവുകയും ചെയ്താലുള്ള അവസ്ഥയിൽ ഈ എയർ എടുക്കുന്ന മീനുകൾ ചത്തുപോകും. അപ്പോൾ ഈ മുങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ കൂട് പൊക്കി നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ കുപ്പി ഇതിനകത്ത് ഇടുന്നത്. കുപ്പി ഇതിനകത്ത് കിടക്കുമ്പോൾ ഇത് പൊങ്ങി വരും. അതായത് ഈ വെയിറ്റ് കൊണ്ട് വെച്ചിരിക്കുന്നത് കുപ്പിയും വെയിറ്റും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അധികം പൊങ്ങാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് സൈഡിൽ, ഇവിടെ രണ്ട് സൈഡിലായിട്ടൊരു കവർ ഊറ്റി കുത്തും. എന്നിട്ട് ഈ കുപ്പി അങ്ങോട്ട് മാറ്റിയിടും. വെള്ളം പൊങ്ങുന്നതനുസരിച്ച് ഈ മൂട് ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കും, താഴെ ഭാഗം സീറ്റായിട്ടിരിക്കും. അതിനാണ് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന കുപ്പിയാണ്, അത് എടുക്കാതിരുന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കുപ്പി ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കിട്ടിയ മീൻ നമ്മൾ കാണിച്ചു തരാം. ഇതിനകത്തൊരു റെയർ മീൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് അയ്യോ, ഇതിനകത്ത് വെച്ച് കാണിക്കാം. അതായത് ആമസോൺ കാടുകളിൽ കാണുന്ന തീർന്നു പൊട്ടക്കകത്തും ചാടിപ്പോയത്. ഇനിയൊരു അവസരത്തിൽ കാണിക്കാം കേട്ടോ. അത് ചാടിപ്പോയി. ഇനിയൊരു അവസരത്തിൽ മീൻ കിട്ടുമ്പോൾ കാണിച്ചു തരാം അത് എന്താ സംഭവമെന്ന്. ഇതിനകത്തൊരു കരിമീൻ പള്ളത്തിയുണ്ട്, നമുക്ക് വേണ്ട, പോട്ടെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടിയത് കുറച്ച് ചില്ലാങ്കൂരി, കുറച്ച് പള്ളത്തി ഒക്കെയാണ് നമുക്ക് കിട്ടിയത്. 1-2 അറിഞ്ഞിൽ ഇതൊക്കെ പോലെ കിട്ടിയത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ കറിക്ക് ഉള്ള മീനുണ്ട്. അതായത് പുറത്തേക്ക് മീൻ പിടിക്കാൻ പോകാനുള്ള സാഹചര്യം നിലവിലില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് പോയി വലിയ മീനുകൾ പിടിക്കാൻ പറ്റാത്തത്. അതായത് വാളയ്ക്ക് ചൂണ്ടയിട്ടാനാണെങ്കിൽ വാളയ്ക്ക് ചൂണ്ടയിട്ടാൻ പറ്റുന്ന തീറ്റി കിട്ടണില്ല. വെള്ളപ്പൊക്കം ആയതുകൊണ്ട് കല്ലടമുട്ടിയൊക്കെ നമ്മുടെ വണ്ടിൻ്റെ സൈഡിൽ നിന്ന് എവിടെയൊക്കെയോ മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.